സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ പിശുക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. എരുമപ്പെട്ടി വേലൂരിൽ റോഡിൽ പുതുതായി ചെയ്ത BC പ്രതലത്തിന് തയ്യൂർ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ മെറ്റലിളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടിവലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഇതോടൊപ്പം സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടി വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ തയ്യൂരിൽ പുതിയതായി ചെയ്ത BC പ്രതലം ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി കാണിച്ച് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രനും വാർഡ് മെമ്പർ അൻസാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. ഒരു കേടും സംഭവിക്കാത്ത റോഡിന് മുകളിൽ പുതിയ ടാറിംഗ് നടത്തിയത് അഴിമതി നടത്താൻ ആണെന്നും നിർമ്മാണത്തിലെ ക്രമക്കേടും അപാകതകൾ കൊണ്ടും റോഡ് പല ഭാഗങ്ങളിലും തകർന്നുവെന്നും ഇവർ ആരോപിച്ചിരുന്നു. പ്രതിഷേധം റീൽസാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി ട്രാക്ടർ ഉപയോഗിച്ച് മരം കയറ്റുന്നതിനിടയിലാണ് റോഡിന് കേടുപാടുകൾ സംഭവിച്ചതെന്നും കുഴിയായി കിടക്കുന്ന ഭാഗത്ത് ടാർ ഇളകുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയതായി കണ്ടെത്തിയതായും കാണിച്ച് നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും കോൺഗ്രസ് ജനപ്രതിനിധികളും ഫണ്ട് അനുവദിച്ച MLAക്കെതിരെയും LDF സർക്കാരിനെതിരെയും നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് CPIM നേതാവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബ്ദുൾ റഷീദ് പറഞ്ഞു. 8 വർഷം മുന്നേ BMBC നിലവാരത്തിൽ പണിതിട്ടുള്ള റോഡാണിത്. വേലൂര് തയ്യൂര് എരുമപ്പെട്ടി റോഡ് BC ഓവർലേ എന്ന പേരിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ റോഡിൽ കൾവർട്ടുണ്ട്, അതുപോലെ തന്നെ കടവന കയറ്റത്ത് അതിൻ്റെ സൈഡ് ആ പാടത്ത് വരുന്ന ഭാഗത്ത് അതിൻ്റെ സൈഡ് കെട്ടുകൾ വരും. അതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു പറമ്പിൽ നിന്ന് മരം കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാക്ടറിൽ കൊണ്ടുവരികയും ആ മരം ഇവിടെ കയറ്റി ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോട്ടിൽ വീഴുകയും ആ വീണതിൻ്റെ ഭാഗമായി റോഡിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കുന്നോളം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഒരു റീൽസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എത്തുകയും ആ റീൽസ് വന്നപ്പോഴാണ് നമുക്ക് ഈ റോഡ് ഡാമേജ് ആയ ഭാഗത്ത് പാതിരാത്രിയിൽ കെമിക്കൽ കൊണ്ടുവന്ന് ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വടി കൊണ്ട് തോണ്ടി അതിൻ്റെ ടാറിങ് അടർത്തി കളയുന്ന ഒരു റീൽസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞ 10 വർഷമായി കുന്നംകുളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള MLA ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് വേലൂരും കുന്നംകുളത്തും ചെയ്തിട്ടുള്ളത്. ഈ വേലൂര് ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ MLA ആയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്ത് ഈ വേലൂരിലെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കരുത് മാത്രമാണ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 8 വർഷം മുമ്പ് BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ വീണ്ടും BC ലെയർ ചെയ്യുന്നതിന് അന്നത്തെ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത്തരം പ്രവൃത്തി ചെയ്ത റോഡുകൾക്ക് ഉറയ്ക്കുവാൻ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. വാഹനങ്ങൾ ഓടിയാണ് റോഡ് സെറ്റാകുന്നത്. പാലം പണി നടക്കുന്ന ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചാരം കുറവാണ്. അതാണ് റോഡ് സ്മൂത്ത് ആവാത്തതിന് കാരണം. ടോറസ് ടിപ്പർ ലോറികൾ ഓടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡ് സെറ്റായി കഴിഞ്ഞു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസും റീൽസ് നാടകം കളിക്കുന്നതെന്നും റോഡിൽ കെമിക്കൽ ഒഴിച്ച് കുത്തിപ്പൊളിച്ചതെന്നും CPIM-ഉം DYFI-യും ആരോപിച്ചു. റോഡ് തകർന്നതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AS ചന്ദ്രൻ, മെമ്പർമാരായ ബിന്ദു നന്ദൻ, അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, കവിത, ബാബു, ജമീല രാജീവ്, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. You are watching VCV News.